ഇപ്പോൾ CPIM വയനാട് ജില്ലാ സെക്രട്ടറി റഫീഖ് കൂടി ചേരുന്നു. റഫീഖ്, ഇത് വലിയൊരു നെറ്റ്വർക്കാണ്. അതായത് ഈ പരീക്ഷയൊക്കെ എഴുതി അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇൻ്റർവ്യൂവിൽ ഈ പറയുന്ന യോഗ്യതകളുണ്ട് എന്ന് ഉറപ്പ് വരുന്ന ഒരാൾക്ക് നിയമനം കിട്ടും എന്ന ഘട്ടത്തിൽ വീണ്ടും നേതാക്കൾ ബന്ധപ്പെട്ട ശേഷം പണം ആവശ്യപ്പെടുകയാണ്. പണം തന്നില്ലെങ്കിൽ നിയമനം നൽകില്ല എന്ന് പറയുകയാണ്. അതും കെ പൗലോസിനെ പോലെ ഇത്രയും ഉന്നതനായ ഒരു നേതാവാണ് ഈ രീതിയിൽ ഇടപെട്ടു എന്ന് ഈ കുടുംബം പറയുന്നത്, സനു രാജപ്പൻ്റെ കുടുംബം പറയുന്നത്. റഫീഖ്, വളരെ ഗൗരവമായ ഒരു വിഷയമാണ് ഇപ്പോ കേരളി പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് വയനാട് ജില്ലയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കുറെ നാളുകളായി നടക്കുന്ന വലിയ രൂപത്തിലുള്ള തീവട്ടികളാണ് നടക്കുന്നത്. അത് KL പൗലോസും അതുപോലെ തന്നെ IC ബാലകൃഷ്ണനും MD അപ്പച്ചനും തുടങ്ങിയിട്ടുള്ള കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കളുടെ നേതൃത്വത്തിൽ വിവിധ സഹകരണ സ്ഥാപനങ്ങളെ, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സഹകരണ സ്ഥാപനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കോടികളുടെ തട്ടിപ്പാണ് ജില്ലയിൽ നടന്നിട്ടുള്ളത്. ഈ ഏറ്റവും ഒടുവിൽ നടന്ന NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വസ്തുതകൾ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നതാണ്. IC ബാലകൃഷ്ണൻ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാങ്ങിയിട്ടുള്ള പണത്തെ കുറിച്ചെല്ലാം ഉള്ള വിവരങ്ങൾ പുറത്തു വരികയും അത് സംബന്ധിച്ച് ചർച്ച ചെയ്യുകയും അതിന് ഒന്നാം പ്രതിയായിക്കൊണ്ട് അതിന്റെ കേസ് IC ബാലകൃഷ്ണൻ ഒന്നാം പ്രതിയായിക്കൊണ്ട് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാം പ്രതി DCCയുടെ ഇപ്പോഴത്തെ അധ്യക്ഷനാണ്. ഈ KL പൗലോസ് കോൺഗ്രസിന്റെ DCCയുടെ അധ്യക്ഷനാണ് ഇരുന്നു കുറച്ച് നാളുകൾ മുമ്പ് വരെ. ഇപ്പൊ KPCCയുടെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വലിയൊരു അഴിമതിയുടെ വസ്തുതയാണ് ഇപ്പോ ഉദ്യോഗാർത്ഥികളിലൂടെ തന്നെ പുറത്തു വന്നിരിക്കുന്നത്. എത്ര വലിയ രൂപത്തിലുള്ള അഴിമതിയാണ് നടന്നത് എന്ന് നമുക്ക് വ്യക്തമാണ്. ഇവിടെ KL പൗലോസിന്റെ അഴിമതിയുടെ ഭാഗമായും ചൂഷണത്തിന്റെ ഭാഗമായും 2013 PV ജോൺ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മറ്റൊരു സമ്മന്നതനായ നേതാവ് ആത്മഹത്യ ചെയ്ത ചരിത്രം മുമ്പുണ്ട്. അദ്ദേഹം ആത്മഹത്യ ചെയ്തത് ഈ KL പൗലോസിന്റെ പേരെഴുതി വെച്ചുകൊണ്ടാണ് PV ജോൺ ആത്മഹത്യ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ KL പൗലോസിന്റെ പീഡനത്തിനെതിരായി എനിക്ക് ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത്. ഈ KL പൗലോസ് ഉൾപ്പെടെ നേതൃത്വം നൽകുന്ന KK അബ്രഹാം ഉൾപ്പെടെ നേതൃത്വം നൽകുന്ന പുൽപ്പള്ളിയിലെ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനു മുമ്പും വലിയ രൂപത്തിലുള്ള തട്ടിപ്പിന്റെ വാർത്തകൾ പുറത്തു വന്നതാണ്. രാജേന്ദ്രൻ നായർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ സമുന്നതനായ ഒരു നേതാവ് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം 2023 അദ്ദേഹം ആത്മഹത്യ ചെയ്തത് അദ്ദേഹം 70,000 രൂപ വായ്പ എടുക്കുകയും എന്നാൽ കുറച്ച് വർഷങ്ങൾ പിന്നിട്ടപ്പോൾ 25 ലക്ഷം രൂപയുടെ ജപ്തി നോട്ടീസ് വരികയാണ് ഉണ്ടായത്. അതായത് 70,000 രൂപ കഴിച്ച് ബാക്കി 24,30,000 രൂപയും കോൺഗ്രസിന്റെ നേതാക്കന്മാർ വ്യാജമായി എഴുതി ചേർത്ത് ആ പണം അപഹരിച്ചതിന്റെ ഇരയായിട്ടാണ് അന്ന് രാജേന്ദ്രൻ നായർ മരിച്ചത്. ഇപ്പോ സനു രാജപ്പൻ ആത്മഹത്യക്ക് ശ്രമം നടത്തിയിരിക്കുന്നു, 2 തവണ ശ്രമം നടത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹം തന്നെ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായല്ലോ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് വലിയ രൂപത്തിലുള്ള പണം നൽകി, തൊഴിലിന് വേണ്ടി പണം നൽകേണ്ടി വന്ന സാഹചര്യം, അതിന്റെ ഭാഗമായിട്ടുണ്ടായ ബാധ്യത ഉൾപ്പെടെ അതിന്റെ ഭാഗമായി അനുഭവിക്കേണ്ടി വന്ന പീഡനത്തിന്റെ ഭാഗമായിട്ടാണ്. അതൊന്ന് വളരെ ഗൗരവമായ വിഷയമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ വിഷയത്തിൽ കേസെടുത്ത് KL പൗലോസിനെ പ്രതിയാക്കി കേസെടുത്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഈ ആവശ്യം CPIM ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധ പരിപാടികളെല്ലാം സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇനി ആലോചിക്കുന്നത്. ഈ കോൺഗ്രസിന്റെ അഴിമതിയുടെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സാധാ പ്രവർത്തകരെ ചൂഷണം ചെയ്തുകൊണ്ട് പണം സമ്പാദിക്കുന്ന കൊള്ളസംഘമായി കോൺഗ്രസിന്റെ നേതൃത്വം മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനെല്ലാം സംരക്ഷിക്കുന്ന നിലപാടാണ് KPCC നേതൃത്വം സ്വീകരിക്കുന്നത്. അങ്ങനെ സംരക്ഷിക്കുന്നതിനിടയിൽ വീണ്ടും ഓരോന്നായി പുറത്തു വരികയാണ്. കോൺഗ്രസിന്റെ DCC ട്രഷററും അദ്ദേഹത്തിന്റെ ഭിന്നശേഷിക്കാരനായ മകനും ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. കോൺഗ്രസിന്റെ തന്നെ പ്രവർത്തകനായിട്ടുള്ള സനു രാജപ്പന് ആത്മഹത്യക്ക് ശ്രമിക്കേണ്ടി വന്നു. 2 വർഷം മുമ്പ് കോൺഗ്രസിന്റെ മറ്റൊരു നേതാവിന് രാജേന്ദ്രൻ നായർ എന്ന് പറയുന്ന മറ്റൊരു നേതാവിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. 5-8 വർഷം മുമ്പ് PV ജോൺ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മറ്റൊരു നേതാവ് ആത്മഹത്യ ചെയ്യുന്നു. ഇതിനെല്ലാം ഉത്തരവാദികൾ KL പൗലോസും IC ബാലകൃഷ്ണനും ND അപ്പച്ചനും KK അബ്രഹാമും ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വമാണ് എന്നതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയം. വളരെ ഗൗരവമായി തന്നെയാണ് ഈ വിഷയത്തെ കേരളീയ പൊതുസമൂഹം കാണുന്നത്.